അനുഗ്രഹീതമായ ഈ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ സന്തോഷമുള്ളവനായി ഇന്ന് രാത്രിയിൽ ബദേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിലെ കർത്താവിന്റെ ദാസനോടും ദൈവമക്കളോടും ഒരുമിച്ചായിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരം. വിശേഷാൽ പ്രിയപ്പെട്ട ഷാജു പാസ്റ്റർ, കർത്താവിന്റെ ദാസി വാത്സല്യ മകൻ, ആ കുടുംബത്തെ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ കർത്താവ് അവസരം ഒരുക്കി തന്നു. ഇന്ന് രാത്രിയിൽ ഈ സമയം നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, മനോഹര ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ദൈവം ഒരുക്കിയ അവസരം അത് ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയിലും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കും. കർത്താവിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഒരുക്കത്തോടെ ഇരുന്നാൽ എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത. നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇടപെട്ടിരിക്കും. നമ്മൾക്ക് ഒരുക്കമുണ്ടെങ്കിൽ കർത്താവ് സംസാരിക്കും. അത് നമ്മൾ ഇന്ന് രാത്രിയിലും ഏകാഗ്രതയോടെ ഇരുന്ന് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗം നമ്മളോട് സംസാരിക്കുന്ന സമയമാകട്ടെ. ബദേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള സഭകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ ഷാജു പാസ്റ്ററെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ഒരാഴ്ച നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രെയർ അവിടെയുള്ള സഭകൾക്കും ദൈവമക്കൾക്കും ഏറ്റവും അനുഗ്രഹവും ബലവുമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടം ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. മനുഷ്യൻ പതറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി ആകുലതകൾ നമ്മളിലുണ്ട്, ടെൻഷനുകൾ നമ്മളിലുണ്ട്. നാളെ എങ്ങനെ കാര്യങ്ങൾ നടക്കും, എങ്ങനെ ജീവിതത്തിന്റെ ഒരു വിജയത്തിലേക്ക് എത്തുവാൻ കഴിയും, തലമുറകളുടെ ഭാവി എന്തായിത്തീരും, നമ്മുടെ അവസ്ഥ എന്തായിത്തീരും. ശാരീരിക ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവർ, സ്വന്തം ശരീരത്തെ നോക്കി വിഷണ്ണരായിരിക്കുന്നവർ ഒത്തിരി ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഈ ദിവസങ്ങളിൽ നമ്മളെ എങ്ങനെ നടത്തണം, എങ്ങനെ നയിക്കണം, എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് തിരിച്ചറിയുവാൻ ഈ പ്രാർത്ഥനകൾ മുഖാന്തരം കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനം നമ്മളോട് എല്ലാവരോടും, സഭയോട് എല്ലാവരോടും ഇടപെടുന്ന സമയങ്ങളാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ വിവിധ വീടുകളിൽ, വിവിധ ഭവനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത എല്ലായിടത്തും ഒരുപോലെ വെളിപ്പെടുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമാണ്. എല്ലായിടത്തും ഒരുപോലെ. ഇവിടെ ഞാനിപ്പോൾ കേരളത്തിലായിരിക്കുന്നു, ദൈവമക്കൾ വളരെ വിദൂരതയിലായിരിക്കുന്നു. എല്ലായിടത്തും ഒരുപോലെ ഇടപെടുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ സമയം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായ ഒരു വേദഭാഗത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയൊന്ന് തിരിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6, ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ് ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യം. കാണാതെ നമുക്കൊരു പക്ഷെ അറിയാമായിരിക്കാം. വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തിയുള്ള ഒരു വേദഭാഗമാണ് ആ വേദഭാഗം. അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ വാക്യത്തിന്റെ ശക്തി എത്ര വലുത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ഫിലിപ്പ് ലേഖനം 4:6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അത്രയും ഭാഗം മാത്രം ഞാനൊന്ന് തൊട്ട് നിൽക്കുന്നു. ബാക്കി നമുക്ക് പുറകെ വായിക്കാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇന്നിങ്ങനെ ഒരു വാചകം ആരോടെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാൻ മനുഷ്യന് കഴിയത്തില്ല. കാരണം ഇന്ന് വിചാരങ്ങളെ ഉള്ളൂ, ചിന്തകളെ ഉള്ളൂ. ചിന്തകളും വിചാരങ്ങളും നമ്മുടെ സമാധാനം എടുത്തു കളയുന്നു, സ്വസ്ഥത എടുത്തു കളയുന്നു, ചിരിയെ മായ്ക്കുന്നു, ജീവിതത്തിൽ നമ്മളെ അപ്സെറ്റ് മൈൻഡഡ് ആക്കുന്നു, നമ്മളെ അപ്സെറ്റ് ആക്കുന്നു. കാരണം അതുപോലെ ചിന്തകൾ ഇന്ന് പെരുകിയിരിക്കുക മനുഷ്യന്.
അതുപോലെ ആകുലതകൾ, ടെൻഷനുകൾ ഇന്ന് മനുഷ്യനെ വർദ്ധിച്ചിരിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുക. ഫേസ് ചെയ്യുവാൻ ഓരോ ദിവസവും ഭയത്തോടെ അഭിമുഖീകരിക്കുന്നവർ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുക. കാരണം എങ്ങനെ എന്നുള്ള ഒരു ടെൻഷൻ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിന് ഏറ്റവും അന്വർത്ഥമായ ഒരു ദൈവശബ്ദമായി ഈ വാക്യം ഈ പ്രാരംഭ ദിവസം പരിശുദ്ധാത്മാവ് ചില പ്രിയപ്പെട്ടവരോട് വളരെ ശക്തമായി സംസാരിക്കുന്നു. ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമുക്ക് ഇന്ന് രാത്രിയിൽ ആ വചനം ഒരു ശക്തിയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കാം. ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കുന്നവരിൽ അത് ദൈവശക്തിയായി ഇന്ന് രാത്രിയിൽ പരിണമിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പ് ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനത്തിന്റെ ഒരു പ്രത്യേകത, പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയ എന്ന് പറയുന്ന പട്ടണത്തിൽ പൗലോസ് എത്തി. 2ാം മിഷണറി യാത്രയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ നടക്കുമ്പോൾ ഫിലിപ്പിയ പട്ടണത്തിൽ അദ്ദേഹം എത്തി. ഈ ഫിലിപ്പിയ പട്ടണം വളരെ മനോഹരം ആയ ഒരു പട്ടണമായിരുന്നു. ബ്യൂട്ടിഫുൾ സിറ്റി എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. വേദപുസ്തക ഭൂമിശാസ്ത്രത്തിൽ ഒത്തിരി പട്ടണങ്ങളുണ്ട്. കൊരിന്ത്, അന്ത്യോക്യ, തെസലോനിക്ക, ഗലാത്തിയ, എഫേസോസ്, ലവോദിക്ക, അങ്ങനെ ഒത്തിരി പട്ടണങ്ങളുണ്ട്. ഫിലദൽഫിയ, എല്ലാം പ്രൗഢ ഗാംഭീര്യമായ പട്ടണം. അന്ത്യോക്യ ഒക്കെ പ്രസിദ്ധമായ പട്ടണങ്ങളാണ്. എന്നാൽ ഫിലിപ്പിയ പട്ടണത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഈ പട്ടണം വളരെ മനോഹരമേറിയ പട്ടണമായിരുന്നു. ഇല്ലാത്തതൊന്നുമില്ലായിരുന്നു. ആ സിറ്റി ഒരു രാജാവ് ഡെവലപ്പ് ചെയ്ത സിറ്റിയാണ്. ഈ നമുക്ക് അറിയാം, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാ ഫിലിപ്പ് രാജാവ്, കിങ് ഫിലിപ്പ്. അദ്ദേഹമായിരുന്നു മാസിഡോണിയയുടെ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഫിലിപ്പിയ. ഫിലിപ്പിയ എന്നല്ലായിരുന്നു പേര്, വേറൊരു പേരായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ഭരണ സ്ഥലമായിരുന്നു ഈ ഫിലിപ്പിയ പട്ടണം ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ. അദ്ദേഹം മക്കതോനിയ അല്ലെങ്കിൽ മാസിഡോണിയയുടെ ചക്രവർത്തിയായിരുന്നു. ഗ്രീസിന്റെ അധിപനായിരുന്നു അലക്സാണ്ടറിന്റെ പിതാവായ ഫിലിപ്പ്. ഇദ്ദേഹത്തിന് ഒരിക്കൽ ഈ പട്ടണത്തെക്കുറിച്ച് ഫിലിപ്പിയ പട്ടണത്തെക്കുറിച്ച് ഒരറിവ് കിട്ടി. ഈ പട്ടണം ചുറ്റി ഒത്തിരി മലനിരകളുണ്ട്. മൗണ്ടൻസ് സറൗണ്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ് ഫിലിപ്പിയ. ചുറ്റും വലിയ വലിയ മലകൾ നിൽക്കുക. ഈ രാജാവിന് കിട്ടിയ അറിവ്, ഈ മലനിരകളിൽ കല്ലും മണ്ണുമല്ല, ഈ മലനിരകളിൽ സ്വർണം അടങ്ങിയിട്ടുണ്ട്. അപ്പം രാജാവിന് വലിയ ആവേശമായി. കല്ലും മണ്ണും മാത്രം നിറഞ്ഞു നിൽക്കുന്ന പർവ്വതങ്ങളിൽ സ്വർണത്തിന്റെ ശേഖരം ഉണ്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി താല്പര്യം തോന്നി. അദ്ദേഹം ഈ പട്ടണം, ഈ സിറ്റിക്ക് ചുറ്റുമുള്ള ഈ മലയിൽ ഖനനം ആരംഭിച്ചു, മൈനിങ് ആരംഭിച്ചു. ഈ ഖനനം ആരംഭിച്ചപ്പോൾ അദ്ദേഹം കേട്ടതിനേക്കാൾ, അറിവിനേക്കാൾ വലിയ കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. കല്ലും മണ്ണുമല്ല ഈ പർവ്വതത്തിൽ മുഴുവൻ സ്വർണം ശേഖരങ്ങൾ അടങ്ങിയിരിക്കുക, സ്വർണത്തരികൾ അടങ്ങിയിരിക്കുന്ന പർവ്വതങ്ങളായിരുന്നു ഈ സിറ്റിക്ക് ചുറ്റുമുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹം ഖനനം നടത്തി. ഈ ഫിലിപ്പ് രാജാവ് മഹാധനികനായി മാറി. അദ്ദേഹത്തിന്റെ ട്രഷറി സ്വർണം കൊണ്ട് നിറഞ്ഞു, ഗോൾഡ് കൊണ്ട് നിറഞ്ഞു. മഹാസമ്പന്നനായപ്പോൾ ഈ ചക്രവർത്തിക്ക് ഈ പട്ടണത്തോട് ഒരു താല്പര്യം തോന്നി. അതാണല്ലോ അതിന്റെ ഒരു രീതി. ജോലിയെ എന്തുകൊണ്ടാണ് നമുക്ക് താല്പര്യം? ജോലിയാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് പോലെ ഒരു ആത്മാർത്ഥത നമ്മൾ എന്തുകൊണ്ടാണ് ജോലിയോട് കാണിക്കുന്നത്? അത് നമ്മുടെ വരുമാനമായിരുന്നു. അല്ലെങ്കിൽ ബിസിനസ്സിനോട് ആത്മാർത്ഥത കാണിക്കാൻ കാരണം അത് നമ്മുടെ ഒരു വരുമാനമായതുകൊണ്ടാണ്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു സമ്പത്ത് തനിക്ക് ഒരുക്കി കൊടുത്ത ഈ പട്ടണത്തോട് ഭയങ്കര ആത്മാർത്ഥതയായി, ഇഷ്ടം തോന്നിയിട്ട് രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പട്ടണത്തെ റീബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു, മോടി പിടിപ്പിക്കാൻ തീരുമാനിച്ചു. പണം ഇഷ്ടം പോലെ ഉണ്ട്. പണമെല്ലാം ഈ പട്ടണത്തിന്റെ സറൗണ്ടിങ്സിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം ആ പട്ടണം മോടി പിടിപ്പിച്ചു. ധാരാളം അദ്ദേഹം സ്പെൻഡ് ചെയ്ത് ഈ സിറ്റി അങ്ങ് ഡെവലപ്പ് ചെയ്തപ്പോൾ ലോകത്തിലുള്ള എല്ലാം അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു, സ്കൂളുകൾ സ്ഥാപിച്ചു, കോളേജുകൾ സ്ഥാപിച്ചു, ടവറുകൾ സ്ഥാപിച്ചു. സിറ്റിക്ക് നടുവിൽ ഒരു ഗാർഡൻ അദ്ദേഹം ഉണ്ടാക്കി. അപ്പം ഫിലിപ്പിയ പട്ടണത്തെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാമോ അങ്ങനെയൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ലോകത്തിലെ ഒരു നമ്പർ 1 സിറ്റി ആക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം.
അതുപോലെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു, റോഡുകൾ വെട്ടി, പാലങ്ങൾ പണിതു. അങ്ങനെ ഏറ്റവും മനോഹരമാക്കിയ ഈ സിറ്റി, കാരണം രാജാവ് തന്റെ ട്രഷറിയിൽ നിന്ന് തന്റെ ഇഷ്ടപ്രകാരം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അദ്ദേഹം പണികൾ കഴിഞ്ഞതിന് ശേഷം ഈ ഫിലിപ്പിയ പട്ടണം നോക്കിക്കാണുവാൻ തീരുമാനിച്ച് അദ്ദേഹവും പരിചാരക വൃന്ദങ്ങളും കൂടി ഈ സിറ്റി മുഴുവൻ ഡെവലപ്പ് ചെയ്ത സിറ്റി മുഴുവൻ നോക്കിക്കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താൻ ആഗ്രഹിച്ചതിനേക്കാൾ സിറ്റിക്ക് ഭംഗിയുണ്ട്, മനോഹരമായിരിക്കുന്നു, ഗാംഭീര്യമുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ ചക്രവർത്തി ചെയ്തൊരു പ്രവൃത്തി എന്താണെന്നറിയാമോ? അതിന്റെ നിലനിൽക്കുന്ന പേര് മാറ്റി, സിറ്റിയുടെ ഒറിജിനൽ പേര് മാറ്റിയിട്ട് തന്റെ പേരെടുത്ത് പട്ടണത്തിലിട്ടു. ഫിലിപ്പിയ, ഫിലിപ്പിന്റെ പട്ടണം, തന്റെ സ്വന്തം പേര്. രാജ്യം ഭരിക്കുന്ന ഒരു ചക്രവർത്തി തന്റെ സ്വന്തം പേരെടുത്ത് ഒരു പട്ടണത്തിനിടണമെങ്കിൽ എന്തുമാത്രം ആ പട്ടണം ബ്യൂട്ടിഫുൾ ആയിരിക്കും, എന്തുമാത്രം ആ പട്ടണം ഭംഗിയുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് തന്റെ സ്വന്തം പേരെടുത്ത് മോശമായ ഒരു സ്ഥലത്തിന് ഇടത്തില്ല. അദ്ദേഹത്തിന് അത് നന്നാ ബോധിച്ചു. വളരെ ഭംഗി, എല്ലാം ഉണ്ട്, എല്ലാം തികഞ്ഞൊരു പട്ടണം. അദ്ദേഹം ആ പേര്, തന്റെ സ്വന്തം പേര് ഫിലിപ്പിയ എന്ന പട്ടണത്തിന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. അത് പൗലോസ് ഈ പട്ടണത്തിലെ രണ്ടാം മിഷണറി യാത്രയിൽ നിൽക്കുന്നത്. പൗലോസ് വേദപുസ്തകത്തിലെ മിക്ക സിറ്റികളും സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾ സ്ഥാപിച്ച 7 പട്ടണങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ ബൈബിളിലെ മിക്ക സിറ്റിയും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അതുവരെ പോയിട്ടുള്ള എല്ലാ പട്ടണത്തെക്കാളും പൗലോസിന് ഇഷ്ടപ്പെട്ട പട്ടണം ഈ പട്ടണമായിരുന്നു. കാരണം ഇവിടെ ഇല്ലാത്തത് ഒന്നുമില്ല, ഭംഗിയുണ്ട്, എല്ലാം അദ്ദേഹത്തെ ആകർഷിച്ചു. അങ്ങനെ മനോഹരമേറിയ ഒരു പട്ടണം അദ്ദേഹം കണ്ടപ്പോൾ പൗലോസിന്റെ ഒരാഗ്രഹം, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഒരു കൂട്ടത്തെ പൗലോസിന് അവിടെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു കൂട്ടം അവിടെ ഇല്ലായിരുന്നു. പൗലോസിന്റെ രണ്ടാമത്തെ അന്വേഷണം, ഒരു സിനഗോഗ് അവിടെ ഉണ്ടോ, ഒരു സിനഗോഗ് ആ സിറ്റിയിലുണ്ടോ, ഫിലിപ്പിയിലുണ്ടോ? കാരണം സിനഗോഗ് അന്വേഷിക്കാൻ കാരണം യഹൂദന്മാരുടെ ആരാധന സ്ഥലമായ സിനഗോഗ് ദൈവവിശ്വാസമുള്ളവർ വരുന്ന ഒരു സ്ഥലമാണ്. യഹൂദന്മാർ ദൈവവിശ്വാസമുണ്ട്. ആ വരുന്ന ദൈവവിശ്വാസമുള്ള 10 പേരിൽ 10 പേരെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ 2 പേരെങ്കിലും കിട്ടും. അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ സഭ ആരംഭിച്ചത്. അപ്പോസ്തലന്മാരുടെയും യേശുവിന്റെ പോലും ശുശ്രൂഷയുടെ ചില സ്ഥലങ്ങളിലെ ബേസ് സിനഗോഗായിരുന്നു. സിനഗോഗിന്റെ പ്രത്യേകത, ദൈവവിശ്വാസമുണ്ട്, അവരെ ഒന്ന് ഡൈവേർട്ട് ചെയ്താൽ 100 പേരുണ്ടെങ്കിൽ ഒരു 10 പേര് യേശു അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് വരും. അത് നല്ല പരിചയമുള്ളതുകൊണ്ട് പൗലോസ് ആ പട്ടണത്തിൽ ഒരു സിനഗോഗ് അന്വേഷിച്ചു. കാരണം ആരാധിക്കുന്ന ദൈവവിശ്വാസമുള്ള ദൈവജനമില്ല. അപ്പോൾ സിനഗോഗ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ പൗലോസിന് കിട്ടിയ അറിവ് വേദനാജനകമായിരുന്നു. ആ സിറ്റിയിൽ ഒരു സിനഗോഗ് ഇല്ലായിരുന്നു. സിനഗോഗ് ഇല്ല എന്നുള്ള അറിവ് പൗലോസിനെ വേദനിപ്പിച്ചു. എല്ലാം ഉണ്ട്, പക്ഷെ സിനഗോഗ് ഇല്ല. സിനഗോഗിന്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ. യഹൂദന്മാർ ഒരു സ്ഥലത്ത് ഒരു സിനഗോഗ് ആരംഭിക്കണമെങ്കിൽ 100 സഹോദരിമാരും അല്ലെങ്കിൽ 500 സഹോദരിമാരും സൺഡേ സ്കൂൾ പഠിക്കാൻ 100 കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ സിനഗോഗ് ആരംഭിക്കത്തില്ല. നമുക്കറിയാം, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ബൈബിൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം, ജൂവിഷ് കൾച്ചറിൽ, ജൂവിഷ് സിസ്റ്റത്തിൽ പ്രാധാന്യമില്ല. 2ാം കിട പൗരന്മാരായിട്ടാണ് കാണുന്നത്. മെയിൽ ഓറിയന്റഡ് സിസ്റ്റമാണ് ജൂവിഷ് സിസ്റ്റം മെയിൽ ഓറിയന്റഡ് സിസ്റ്റമാണ്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ കൗണ്ട് ചെയ്യുക പോലുമില്ല. അതായിരുന്നു അന്നത്തെ ഒരു രീതി. ബൈബിളിൽ അത് തെളിവുണ്ട്. മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പോൾ മോശ ഒരു കണക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ പുരുഷന്മാർ 6 ലക്ഷം പേർ. ശരിക്കുള്ള കണക്ക് 6 ലക്ഷം അല്ല, മിനിമം ഒരു 35 to 40 lakhs, 35 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ജനമാണ്. പക്ഷെ മോശ എഴുതിയില്ല. കാരണം ജൂവിഷ് സിസ്റ്റം മെയിൽ ഓറിയന്റഡ് സിസ്റ്റമാ. അതാണ് അവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചവരുടെ കണക്ക് പറയുമ്പോൾ 5000 പേരെന്നൊക്കെയാ മത്തായി എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ 5000 അല്ല. അന്ന് 5 അപ്പവും 2 മീനും ഭക്ഷിച്ചവരുടെ എണ്ണം മിനിമം ഒരു 25,000 പേർ വരും. പക്ഷെ മത്തായി കറ തീർന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതി, എന്റെ സുവിശേഷത്തിൽ എഴുതി,
5000 പുരുഷന്മാർ. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവിടെ കൗണ്ട് ചെയ്തില്ല. അത് കൗണ്ട് ചെയ്താൽ എക്സ്ട്രാ ബിബ്ലിക്കൽ കമന്ററികൾ പറയുന്നു മിനിമം ഒരു 25,000 പേർ 5 അപ്പവും 2 മീനും ആ മലനിരയിൽ അന്ന് ഭക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ജൂയിഷ് സിസ്റ്റം അനുസരിച്ച് അത് കൗണ്ട് ചെയ്യത്തില്ല. അവർ ഒരു സ്ഥലത്ത് സിനഗോഗ് തുടങ്ങണമെങ്കിൽ 500 സഹോദരിമാർ ഉണ്ടെന്ന് കേട്ടാലും 100 കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ പഠിക്കാൻ അവർ തുടങ്ങത്തില്ല. യഹൂദന്മാർ ഒരു സിറ്റിയിൽ ഒരു സിനഗോഗ് ആരംഭിക്കണമെങ്കിൽ അവരുടെ സിസ്റ്റം എങ്ങനെയാണെന്നറിയാമോ? ദൈവവിശ്വാസമുള്ള 10 പുരുഷന്മാരുണ്ടായിരിക്കണം. ദൈവവിശ്വാസമുള്ള 10 പുരുഷന്മാർ മിനിമം, കുറയരുത്. ദൈവവിശ്വാസമുള്ള 10 പുരുഷന്മാരുണ്ടെങ്കിൽ ജൂവിഷ് സിസ്റ്റം ഒരു സിറ്റിയിൽ സിനഗോഗിന് പെർമിഷൻ കൊടുക്കും. അതാണ് നിലനിൽക്കുന്ന നിയമം. ഇതാണ് ഞാൻ പറഞ്ഞത്. പൗലോസിന് ഫിലിപ്പിയ പട്ടണത്തിൽ സിനഗോഗ് ഇല്ല എന്നുള്ള അറിവ് ഭാരപ്പെടുത്തി, ഞെട്ടലുളവാക്കി. എന്താ പൗലോസിനെ ഭാരപ്പെടുത്തിയത്? അതിന്റെ അടിസ്ഥാനം പൗലോസിന് അറിയാം. എന്താ? ജൂവിഷ് സിസ്റ്റത്തിൽ സിനഗോഗ് തുടങ്ങണമെങ്കിൽ ദൈവവിശ്വാസമാണ് അടിസ്ഥാനം. ദൈവവിശ്വാസമുള്ള 10 പേര് വേണം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് ഇല്ല എന്നുള്ള അറിവ് ഞെട്ടലുളവാക്കുന്നതായിരുന്നു. എന്താ ഞെട്ടലുളവാക്കിയത്? ഇല്ലാത്തതൊന്നുമില്ല അവിടെ, എല്ലാം ആ പട്ടണത്തിലുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം ഒത്തിരി ഉണ്ട്, പലതുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം, കളിസ്ഥലങ്ങൾ, അവിടെയുള്ള റവന്യൂ ടവറുകൾ, അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകൾ, സിറ്റിക്ക് നടുക്കുള്ള ഗാർഡൻ, ഗവൺമെന്റ് ഓഫീസസ്, ഇങ്ങനെ അനേകം കെട്ടിടങ്ങളും സ്ഥലങ്ങളുമുള്ള ഈ സിറ്റിയിൽ ഇല്ലാത്തതൊന്നുമില്ല. റോഡുകളുണ്ട്, ഗാർഡനുണ്ട്, ഗാർഡനൊക്കെ മനോഹരമാ. സിറ്റിക്ക് നടുവിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്, ഇൻഡോർ സ്റ്റേഡിയങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, സ്കൂളുകളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പോയി പഠിക്കാനും ഉല്ലാസത്തിനും വേണ്ടുന്ന എല്ലാം ഉണ്ട്. പൗലോസിന്റെ അടുത്ത് എന്തെന്നറിയാമോ? എല്ലാം ഉണ്ടെങ്കിലും വേണ്ടതില്ല. എന്താ വേണ്ടത്? ദൈവവിശ്വാസം. ദൈവവിശ്വാസമുള്ള 10 ആ സിറ്റിയിലില്ല. പക്ഷെ ലോകപ്രകാരം വേണ്ടതെല്ലാം അധികമായിട്ടുണ്ട്. ഇതായിരുന്നു പൗലോസിനെ വിഷമിപ്പിച്ചത്. അതിന്റെ ഗൗരവം ദൈവമക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം ഉണ്ടെങ്കിലും വേണ്ടതില്ലാത്ത ഒരു സമൂഹം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതല്ല ഇന്നിന്റെ പ്രത്യേകത. എല്ലാം ഉണ്ട്, പക്ഷെ വേണ്ടതില്ല. എന്താ ഉണ്ട്? വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, കളിസ്ഥലമുണ്ട്, ടൈം പാസിന് സ്ഥലങ്ങളുണ്ട്, എന്റർടൈൻമെന്റിന് പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ ദൈവം മുമ്പാകെ അതൊരു വട്ടപൂജ്യമാ. അത് നമുക്കറിയാം, നമ്മളത് മനസ്സിലാക്കണം. എല്ലാം ഉണ്ടെങ്കിലും വേണ്ടതില്ല. ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ വീടല്ല, അവന്റെ കാറല്ല, അവന്റെ ആരോഗ്യമല്ല, അവന്റെ തലമുറയല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം യേശു അവന്റെ ഉള്ളിൽ വരുന്നതാ, ദൈവവിശ്വാസമുള്ളതാ. ഫിലിപ്പിയ പട്ടണത്തിന്റെ പരാജയം എല്ലാം ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. പക്ഷെ ദൈവവിശ്വാസമുള്ള 10 പേർ ആ സിറ്റിയിലില്ല. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയം ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് എനിക്ക് പ്രാരംഭത്തിൽ ഓർപ്പിക്കാനുണ്ട്. ഒന്നുമില്ലെങ്കിലും സ്വർഗം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു ദൈവവിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ, പ്രതീക്ഷിച്ച പലതും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവ് പ്രസാദിക്കുന്ന ഒരു ദൈവിക താല്പര്യം, ആത്മീക താല്പര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ, ആരും കൂടെ നിൽക്കാനില്ലെങ്കിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ വരാൻ ഒരു ഇഷ്ടം നമുക്കുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മളെ അറിയുന്ന ഒരുവൻ നമ്മുടെ വീടുകളിൽ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്റെ സാന്നിധ്യം അയച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ പ്രത്യേകത അതാ. എല്ലാം ഉണ്ട്. എന്താ ഇന്നില്ലാത്തത്? തലമുറകൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, പാർക്കാൻ വീടുണ്ട്, എന്റർടൈൻമെന്റിന് പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റികൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക, കോളേജുകൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക, സ്കൂളുകൾ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുക. ഇന്നെല്ലാം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരിക. പക്ഷെ ഫിലിപ്പിയ പട്ടണത്തിന്റെ പരാജയം, എല്ലാം ഉണ്ടെങ്കിലും ദൈവവിശ്വാസമില്ലാത്ത ഒരു പട്ടണമായിരുന്നു. 10 പേരില്ല. അതായിരുന്നു ആ പട്ടണത്തിന്റെ പരാജയമായി പൗലോസ് ശ്ലീഹ കണ്ടത്. എനിക്കിന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാനുള്ളത്, ഈ പ്രാർത്ഥന കേവലം ഒരു പ്രാർത്ഥനയല്ല പ്രിയമുള്ളവരെ. നമ്മളിലുള്ള ദൈവവിശ്വാസത്തെ ഒന്നുകൂടി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും താങ്ങായി തണലായി നിൽക്കുന്നവൻ
നമുക്ക് അനുകൂലമായി തീരുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ തീരട്ടെ. ദൈവസന്നിധിയോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഒരകൽച്ച നമുക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ അകൽച്ചയെ ഒന്ന് മാറ്റി കർത്താവിന്റെ സന്നിധിയോട് ഒന്നുകൂടി അടുക്കുന്ന സമയങ്ങളാക്കി ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് തീർക്കട്ടെ. അതാകട്ടെ നമ്മുടെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വിചാരിച്ചാൽ ബൈബിളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി വേണ്ടതൊക്കെയും എല്ലാം എന്നൊരു വാചകം ബൈബിളിൽ ഇല്ല. എന്റെയും നിങ്ങളുടെയും അവസ്ഥ അറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സാഹചര്യം അറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എന്ത്, എപ്പോൾ, എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. ബൈബിൾ നമ്മളെ കുറിച്ച് പറയുന്നത് എളിയ ബുദ്ധി എന്ന. എന്താ എളിയ ബുദ്ധി എന്ന് പറഞ്ഞാൽ? കൈവെള്ളയൊന്ന് ചുരുട്ടി പിടിച്ചാൽ അതിനകത്തൊരു കുഴി ഉണ്ടാകും. നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും കീ പോയിന്റ്, ആ പോർഷൻ ഈ ചുരുട്ടി വെച്ച കൈവെള്ളയ്ക്കകത്ത് ഒതുങ്ങുന്നതാ. അതിനപ്പുറം വലിപ്പമില്ല. അത്രയ്ക്ക് ചെറിയൊരു ബ്രെയിൻ വെച്ച നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതും. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? അവർ ബ്രെയിൻ ഈസ് ഈക്വൽ ടു ഫെയിലിയർ. നമ്മുടെ ബ്രെയിൻ ഒരു പരാജയമാണ്. ചിന്തകൾ പരാജയമാണ്, പ്ലാനുകൾ പരാജയപ്പെടും. പക്ഷേ എല്ലാ ബുദ്ധിയെയും നിർമ്മിച്ച ഒരു ബുദ്ധി സ്വർഗത്തിലുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ബുദ്ധി. ആ ബുദ്ധിയുടെ പേരാ സ്വർഗത്തിന്റെ ബുദ്ധി. ആ ബുദ്ധി നമുക്ക് വേണ്ടി ഒന്ന് ഇടപെട്ടാൽ ഇന്ന് രാത്രിയിൽ ചില അത്ഭുതങ്ങൾ നടക്കും. ആ ബുദ്ധി നമുക്ക് വേണ്ടി ഒന്ന് ഇടപെട്ടാൽ ചില ഭവനങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ബുദ്ധി നമുക്ക് വേണ്ടി ഒന്ന് വെളിപ്പെട്ടാൽ ചില അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർ ഭവനങ്ങളിലാണെങ്കിലും ശബ്ദമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അതരങ്ങൾ തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ നാവും കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം, മനസ്സിടിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടുന്ന ദൈവശക്തി ചില ഭവനങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില ശരീരത്തിൽ നാളെയെക്കുറിച്ച് ആകുലതയോടെ ചിന്തിക്കുന്ന ചിലർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ, ഈ പ്രാർത്ഥനയിൽ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവശക്തിയുടെ വ്യാപാരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ അയക്കട്ടെ. ഹല്ലേലൂയ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരു പട്ടണം. പൗലോസ് ആ പട്ടണത്തിന് ഒരു മാർക്ക് കൊടുത്തു, ബിഗ് സീറോ. അതായിരുന്നു അതിന്റെ ആകത്തുക. എല്ലാം ഉണ്ട്, പക്ഷെ ദൈവവിശ്വാസമില്ലാത്തൊരു പട്ടണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിജയം കർത്താവ് നമ്മളോട് ചേർന്ന് നിന്നതാ, സ്വർഗം നമ്മളോട് അടുത്ത് നിന്നതാ. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്നേ തകർന്നു പോയേനെ. പണ്ടൊക്കെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. ഉച്ച കഴിഞ്ഞ ഒരു ഷിഫ്റ്റിലാണ് ഞാൻ അന്ന് പൊക്കോണ്ടിരുന്നത്. ആ ബസ്സിൽ ഡ്രൈവർ ഇരിക്കുന്ന ആ ഭാഗത്തിന്റെ പുറകിൽ ഒരു ഗ്ലാസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം ഇംഗ്ലീഷിലായിരുന്നു. സത്യത്തിൽ ഞാൻ എന്നും വായിക്കുന്ന വാക്യമായതുകൊണ്ട് തന്നെ അന്ന് ഒത്തിരി സ്വാധീനിച്ചൊരു വാക്യം. ഇന്നതൊരു കോമൺ സെന്റൻസ് ആണ്, നമുക്കറിയാം. ആ ഡ്രൈവറുടെ ക്യാബിന്റെ പുറകിലത്തെ ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. ഇതായിരുന്നു ദൈവം എല്ലാം ഉണ്ടെങ്കിലും സ്വർഗം കൂടെ ഇല്ലെങ്കിൽ ഒരുവന്റെ അനുഭവം ഇതാ. അപ്പൊ ഫിലിപ്പി പട്ടണത്തിലെ പൗലോസ് കൊടുത്തൊരു മാർഗം ഒരു ബിഗ് സീറോയാ. പക്ഷെ ലോകപ്രകാരം എല്ലാം ഉള്ള സിറ്റിയാ, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ ആ പട്ടണം ഒരു ബിഗ് സീറോ ആയിരുന്നു. കാരണം ദൈവവിശ്വാസമുള്ള 10 പേരില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു സിനഗോഗ് ആരംഭിച്ചേനെ. അങ്ങനെ ഒരു സിനഗോഗ് ഉണ്ടെങ്കിൽ പൗലോസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവിടെ കൂടുന്നതിൽ 10 പേരുണ്ടെങ്കിൽ 2 പേരെ തനിക്ക് കിട്ടും. അങ്ങനെ ഒരു സഭ ഈ സിറ്റിയിൽ തുടങ്ങുവാൻ ഇടയായിത്തീരും. അതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. ദൈവസഭകൾ ഓരോ സിറ്റിയിലൊക്കെ ആരംഭിക്കുവാൻ ദൈവം ഇങ്ങനെയൊക്കെയാ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ആവിഷ്കരിച്ചാണ് അനേക സിറ്റികളിൽ ഇന്ന് സഭകളും ദൈവപ്രവർത്തികളും ഒക്കെ ആരംഭിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. ഈ സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. കാരണം എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഈ പട്ടണത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ പൗലോസ് ഒന്ന് ആഗ്രഹിച്ചു.
അദ്ദേഹം അവിടെ വിട്ടു പോയില്ല. അവിടെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വേലയുടെ ഒരു തുടക്കം എങ്ങനെയാന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. അതാ ഞാൻ ഇപ്പോൾ പറയുന്നത്. ഒരു വൈകി സമയം സിറ്റിക്ക് നടുവിൽ കൂടി ഒഴുകുന്ന നദിയുടെ 2 തീരങ്ങൾ ഈ ഫിലിപ്പ് രാജാവ് സിറ്റിക്കകത്തൊരു ഗാർഡൻ സ്ഥാപിച്ചു. ബ്യൂട്ടിഫുൾ ആയിട്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെടികൾ അദ്ദേഹം കൊണ്ടുവന്നു. ഭംഗിയുള്ള ഒരു ഗാർഡൻ. സിറ്റിയുടെ നടുക്കൊരു നദി. ഈ നദിയുടെ 2 സ്ഥലങ്ങളിലും ലണ്ടന്റെ നടുവിൽ കൂടി തേംസ് ഒഴുകുന്നത് പോലെ സിറ്റിക്ക് നടുക്കൂടെ നദി ഒഴുകുന്നു. 2 വശങ്ങളിലും ഗാർഡൻ അദ്ദേഹം വെച്ചുപിടിപ്പിച്ചു. ആ സിറ്റിയുടെ നടുക്കൊഴുകുന്ന ഈ നദിയുടെ തീരത്തു കൂടി പൗലോസ് ശ്ലീഹ, ഞാൻ പറയുന്ന ഒരു ഈവനിങ് വാക്ക് നടത്തുമ്പോൾ ഒരു ചെറിയ കൂട്ടം സഹോദരിമാർ, നോക്കണേ, സിസ്റ്റത്തെ മാറ്റുക. ചെറിയൊരു കൂട്ടം സഹോദരിമാർ ആ നദിക്കരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ സംസാരിക്കുകയോ എന്തോ ചെയ്യുന്നത് പൗലോസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവരോട് സംസാരിക്കുവാൻ പൗലോസിന്റെ ഉള്ളിൽ ഒരു താല്പര്യം തോന്നി. അല്പസമയം ഈ സഹോദരിമാരുടെ അടുക്കൽ ചെന്ന് പൗലോസ് സംസാരിച്ചു. ജൂവിഷ് സിസ്റ്റം അനുസരിച്ച് പരിചയമില്ലാത്ത സ്ത്രീകളോട് പരസ്യ സ്ഥലങ്ങളിൽ മിണ്ടാൻ ഒരു യഹൂദൻ അനുവാദമില്ല. അതാണ് ജൂവിഷ് സിസ്റ്റം. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഉള്ളിൽ ഹേമിച്ചു അവരോട് സംസാരിക്കുവാൻ. അദ്ദേഹം അവരോട് സംസാരിച്ചപ്പോൾ ദൈവാത്മാവ് ഈ സഹോദരിമാരുടെ ഉള്ളം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. തന്റെ ചെറിയ പ്രസംഗത്തിന് ശേഷം പൗലോസ് ഒരു ഓൾട്ടർ കോൾ കൊടുത്തു. ആ ഓൾട്ടർ കോൾ ഇങ്ങനെയായിരുന്നു: ആര് ഈ പട്ടണത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കും? ആ ഓൾട്ടർ കോളിന് മുന്നിൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം, അവരുടെ ഇടയിൽ നിന്ന് ഒരു സഹോദരി ലിഡിയ, അവൾ പറഞ്ഞു, ഞാൻ ഈ പട്ടണത്തിൽ യേശുവിന് വേണ്ടി നിൽക്കാം. എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്. ലുധിയായെ മുന്നിൽ നിർത്തി ഫിലിപ്പ് പട്ടണത്തിൽ പൗലോസ് ശ്ലീഹ ദൈവസഭയുടെ പ്രവർത്തനം ആരംഭിച്ചു. പുരുഷ മേധാവിത്വമുള്ള സിസ്റ്റത്തിൽ 10 പുരുഷന്മാരുണ്ടെങ്കിൽ സിനഗോഗ് തുടങ്ങുന്ന ജൂവിഷ് സിസ്റ്റത്തിൽ ഒരു പുരുഷനുമില്ലാതിരിക്കെ ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി ദൈവാത്മാവ് പ്രവൃത്തി ആരംഭിച്ചു. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, സിസ്റ്റത്തെ സ്വർഗം തച്ചുടച്ചു. അതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ ഇന്ന് രാത്രിയിൽ, എനിക്കറിയാം ഈ സമയം അനേക സഹോദരിമാർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വാത്സല്യ സഹോദരിമാരുടെ ഞാൻ ഓർപ്പിക്കട്ടെ, സഹോദരിമാർ എന്നുള്ള നിലയിൽ പരിമിതികൾ ഉണ്ടെങ്കിലും ഒരു ഭവനത്തിന്റെ കെട്ടുപണി, ഒരു സഭയുടെ കെട്ടുപണി, ഒരു തലമുറയുടെ നിലനിൽപ്പ് സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് ആ വീട്ടിലെ, ആ സഭയിലെ സഹോദരിമാരെയാ. അതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. കേവലം ഒരു സഹോദരി എന്നുള്ള നിലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അനുഭവം ആകരുത് നിങ്ങളുടെ അനുഭവം. ഒരു ഭവനപ്പണിയോടുള്ള ബന്ധത്തിൽ, ഒരു സഭയുടെ ആത്മീക വളർച്ചയോടുള്ള ബന്ധത്തിൽ, ഒരു തലമുറയെ കെട്ടിപ്പടുക്കുന്ന വിഷയത്തിൽ സ്വർഗം ഗൗരവമുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെയുള്ള സഹോദരിമാരെയാ. നമ്മളത് ഗൗരവത്തിൽ കാണണം. ഇസ്രായേൽ ഗൃഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. ആ വാചകം, എത്ര തലയെടുപ്പുള്ള നേതാക്കന്മാർ ആ ട്രൈബിൽ ഉണ്ടായിരുന്നു, ആ ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു, പേട്രിയാക്സ് ഉണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, മിടുക്കന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കഴിവിനെ കുറിച്ച് വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ. പക്ഷെ ബൈബിളിൽ ഒരു വാചകമുണ്ട്, ഇസ്രായേൽ ഗ്രഹത്തിന്റെ പണി വന്നപ്പോൾ ഒരൊറ്റ ഗോത്രപിതാക്കന്മാരെ അല്ല ദൈവം ഉപയോഗിച്ചത്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാചകമുണ്ട്, റാഹേലും ലേയുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. അതൊരു ചലഞ്ചായി ഏറ്റെടുക്കണം. ഒരു ചലഞ്ചായി ഒരു സഭയുടെ ആത്മീക വർധനവിന് ദൈവം കൂട്ടിവരുത്തുന്ന ഒരു കൂട്ടം സഹോദരിമാരാ. ആരാധനകളിൽ അവരുടെ ശബ്ദങ്ങൾ, അവരുടെ ആരാധനകൾ, സ്തുതികൾ, ഭവനത്തോടുള്ള ബന്ധത്തിൽ ആത്മീകം നിലനിർത്തുവാൻ ഉള്ള ഉത്തരവാദിത്വം, തലമുറകളെ ആത്മീകതയിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്വം, അതിനായി സ്വർഗം കണ്ടിരിക്കുന്നത് സഹോദരിമാരെയാ. അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിസ്സാരമല്ല. ഞാൻ ഇപ്പോൾ ഇത് സന്ദർഭവശാൽ പറഞ്ഞുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയോഗത്താൽ ഞാൻ പറയുന്നു, ആത്മീകം കുറയുന്നിടത്ത്, ആത്മീകം ക്ഷീണിക്കുന്നിടത്ത് ആത്മീകതയിലേക്ക് ഒരു ഭവനത്തെ കൊണ്ടുവരുവാൻ, ഒരു തലമുറയെ ഉറപ്പിച്ചു നിർത്തുവാൻ, സഭയിലെ ആരാധനകൾ ആത്മീകതയിൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് ആവശ്യം ശക്തരായ ഒരു കൂട്ടം സഹോദരിമാരെയാണ്. പ്രൈസ് ദി ലോർഡ്.
അത് നമ്മൾ തിരിച്ചറിയണം. ഫിലിപ്പിയ പട്ടണം ആരംഭിക്കുവാൻ ദൈവം കണ്ടത് ലുധിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ലുധിയായെ മുന്നിൽ നിർത്തി പൗലോസ് ആ പട്ടണത്തിൽ ദൈവസഭയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഒരുപക്ഷെ ലുധിയ വാടകയ്ക്കെടുത്ത ഒരു സ്ഥലമോ അല്ലെങ്കിൽ ലുധിയായുടെ ഓൺ പ്രോപ്പർട്ടിയിലോ പൗലോസ് ഒരു സഭ സ്ഥാപിച്ചു. ഇനി ഒന്ന് ശ്രദ്ധിക്കണമേ, ഒരു ദിവസം പൗലോസും തന്റെ സഹശുശ്രൂഷകൻ ശീലാസും ഫിലിപ്പിയിൽ ആരംഭിച്ച സഭയിലേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായി അവിടെ ഇരുന്ന ഒരു സ്ത്രീ അവളുടെ ദുരാത്മാവിൽ വിവേചിച്ചു, ഇതാ പോകുന്നു അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ഈ വാചകം സത്യമാ, ശരിയാ, യാഥാർത്ഥ്യം അവൾ പറഞ്ഞത്. പക്ഷെ അവളെ നിയന്ത്രിച്ച ദുരാത്മാവിന്റെ ശക്തിയെ പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് വിവേചിച്ചിട്ട് ശാസിച്ചു. അവളുടെ ദുരാത്മാവ് വിട്ടുപോയി, അവൾ സ്വതന്ത്രയായി. പക്ഷെ ഈ സ്ത്രീ ഒരു മാഫിയയുടെ ഭാഗമായിരുന്നു. അവളെ ഉപയോഗിച്ചിരുന്ന ഒരു മാഫിയ ഉണ്ടായിരുന്നു. പോകുന്നവരുടെയും വരുന്നവരുടെയും എല്ലാം പൗലോസിനോട് പറഞ്ഞതുപോലെ യാഥാർത്ഥ്യം അവൾ വിളിച്ചു പറയും. അപ്പോൾ അവർക്ക് കൂടുതൽ കേൾക്കാൻ വീണ്ടും ജിജ്ഞാസ. അവർ ഇവളുടെ അടുക്കൽ വരും. ഇവളിൽ വസിക്കുന്ന ദുരാത്മാവ് വീണ്ടും പല രഹസ്യങ്ങളും പറയും. അപ്പോൾ ഇവർ തൃപ്തരായി പണം കൊടുക്കും. അപ്പോൾ ഇവളെ വെച്ച് വൻ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു മാഫിയ സിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവളിലെ ദുരാത്മാവ് വിട്ടുപോയപ്പോൾ അവരുടെ വരുമാനം നിന്നുപോയി. എന്ത് സംഭവിച്ചു? പൗലോസിനെയും ശീലാസിനെയും ഈ അധികാരികൾ അറസ്റ്റ് ചെയ്തു. കാരണം ആ പിന്നിലുള്ള മാഫിയ ശക്തമായിരുന്നു, ഗവൺമെന്റുമായി ബന്ധമുണ്ടായിരുന്നു. അവർ പൗലോസിനെ അറസ്റ്റ് ചെയ്തു, ശീലാസിനെയും അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. നമുക്കറിയാവുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ പോകുന്നത്. അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, ഉപദ്രവിച്ചു. ശരീരം മുഴുവൻ മുറിവായി രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. കൈ ചങ്ങലയിലും കാലാമത്തിലും ഇട്ടു ബന്ധിച്ചു. ജയിലറയ്ക്കുള്ളിൽ പൂട്ടി, ഗേറ്റ് പൂട്ടി, ചങ്ങല ബന്ദോബസ്താക്കി അടച്ചു. പടയാളികളെ കാവൽ നിർത്തി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പിയ കാരാഗൃഹത്തിൽ വെളിപ്പെട്ടു, ദൈവശക്തി വെളിപ്പെട്ടു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ശരീരം മുഴുവൻ മുറിവേറ്റിട്ടും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ തകർക്കപ്പെട്ടിട്ടും മുറിവില്ലാത്ത ഒരു ഭാഗവും ആ ശരീരത്തിൽ ഇല്ലാതിരുന്നിട്ടും, കാരണം ഒരു ജനക്കൂട്ടമായി ഇവരെ ട്രീറ്റ് ചെയ്തത്. കണ്ടമാനം മർദ്ദിച്ചു, ശരീരം മുഴുവൻ മുറിവ്, വേദനകൾ, ചതഞ്ഞു. ഇത് പോരാഞ്ഞ് കൈ ചങ്ങലയിലിട്ടു, കാലാമത്തിലിട്ടു. എല്ലാ വിധത്തിലും അവർ തകർന്നിരിക്കുക. പക്ഷേ ശ്രദ്ധിക്കണമേ, എന്നും ചെയ്യുന്നത് പോലെ അന്ന് രാത്രിയിലും അവസരം ഒരുങ്ങി വന്നപ്പോൾ കാലിന്റെ ബന്ധനമുണ്ടായിട്ടും കൈക്ക് ബന്ധനമുണ്ടായിട്ടും ശരീരം മുഴുവൻ മുറിവുണ്ടായിട്ടും പൗലോസിലും ശീലാസിലും മറ്റൊരു പ്രവൃത്തി വെളിപ്പെട്ടു. അവർ തങ്ങൾക്ക് കഴിയുന്നത് പോലെ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ സമയം നമുക്കെല്ലാവർക്കും ഇതൊരു ചലഞ്ച് ആയിരിക്കണം. സാഹചര്യം അനുകൂലമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ചിലരൊക്കെ പറയും, ഈ കാര്യം നടന്നാൽ അടുത്ത ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോകും, ഈ കാര്യം നടന്നാൽ. അങ്ങനെ ഡിമാൻഡ് ചെയ്യേണ്ടവരല്ല നമ്മൾ. അങ്ങനെ ഡിമാൻഡ് ചെയ്യത്തക്കവണ്ണം ഒന്നും നമുക്കില്ല. നമ്മളെന്ന് പറഞ്ഞാൽ കേവലം നിലത്തെ മണ്ണാ ദൈവമക്കളെ. എന്താ ഈ ശരീരത്തിന് പ്രത്യേകത? സ്വർണമോ പ്ലാറ്റിനമോ സിൽവറോ ഡയമണ്ടോ ഒന്നും ഉപയോഗിച്ചില്ല. നിലത്തെ പൊടി കുഴച്ച് അവന്റെ മനോഹരകരം ചലിച്ച്, വിജയം എന്താണെന്നറിയാമോ? നിർമ്മിച്ചിട്ട ആ പ്രതിമയുടെ മേൽ അവൻ ചേർന്ന് നിന്ന് തന്റെ തേജസ് പകർന്നു, തന്റെ ശ്വാസമൂതി, റൂഹ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു റൂഹ എന്ന, ദ ബ്രത്ത് ഓഫ് ഗോഡ്. അതാ ഏതിലും സംഭവിച്ചത്. മൺകൂനയായ നമ്മുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വന്നപ്പോൾ അത് ജീവനുള്ള ദേഹിയായി തീർന്നു. ഇത് മാത്രമാണ് നമ്മുടെ ശരീരം. പിന്നെ എന്താ നമ്മുടെ ശരീരത്തിൽ പ്രശംസിക്കാനുള്ളത്? ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തു ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരമാണ്. ഒരു പനി മതി നമ്മൾ ഇരുന്ന് പോകാൻ, ഒരു തലവേദന മതി ഒരു ദിവസം നഷ്ടപ്പെടാൻ. ഇതല്ലേ നമ്മുടെ ശരീരം. തലമുടി നാരിഴ പോലെയുള്ള കുഞ്ഞ് നാഡീവ്യൂഹങ്ങൾ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ബന്ധിച്ച് കൂട്ടുപിണഞ്ഞ് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ശരീരമാണ്. ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഉച്ചയിന്ന് പോകുന്ന ആ വൈദ്യുതി തരംഗം ശരീരം മുഴുവൻ കടത്തിവിട്ട് കാൽപാദത്തിൽ വന്ന് സ്പർശിക്കുമ്പോഴാ ഈ അസ്ഥി, ഈ മസിൽ ചലിച്ച് പൊങ്ങാൻ സഹായിക്കുന്നത്. ഈ ഒരു നാഡീവ്യൂഹത്തിൽ ഒരെണ്ണം ചലിച്ചില്ലെങ്കിൽ ഇരിക്കുന്നിടത്തും നമ്മൾ എഴുന്നേൽക്കത്തില്ല. ഈ മണ്ണിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തു, ആകാശത്തൂടെ പറക്കുന്ന വിമാനമോ പോകുന്ന മിസൈലോ
കടലിലെ കപ്പലോ അല്ല, എന്റെയും നിങ്ങളുടെയും ശരീരമാ. ഇന്ന് രാത്രിയിൽ ഈ പ്രാരംഭ ദിവസം ദൈവസനിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തെ കഴിഞ്ഞ 50 വർഷമായി, കഴിഞ്ഞ 60 വർഷമായി, കഴിഞ്ഞ 70 വർഷമായി, കഴിഞ്ഞ 40 വർഷമായി, കഴിഞ്ഞ 30 വർഷമായി, 20 വർഷമായി, 10 വർഷമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ താങ്ങി നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്താൽ ഇന്ന് രാത്രിയിൽ എങ്ങനെ സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയും? അതരം തുറന്ന് നമ്മുടെ കർത്താവിനെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്ന സമയമായി തീരും. യേശുവിന്റെ നാമത്തിൽ ചില അസ്വസ്ഥതകൾ ശരീരം വിട്ട് മാറട്ടെ. തകർന്നിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ചില മാരക രോഗങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം. എല്ലാവരും അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല. ഈ പ്രാരംഭ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഏൽപ്പിച്ചു കൊടുത്താൽ മനസ്സിടിഞ്ഞിരിക്കുന്ന ചിലരെ കർത്താവ് ബലപ്പെടുത്തുക. ആകുലതയോടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇടപെടുക. തകർന്നിരിക്കുന്ന ചിലരെ കർത്താവ് തൊടാൻ പോകുക. വിശ്വസിച്ച് ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം ചില രോഗങ്ങളുടെ മേൽ, ചില ഭാരങ്ങളുടെ മേൽ, ചില അസ്വസ്ഥതകളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. മനസ്സിടിഞ്ഞിരിക്കുന്ന, തകർന്നിരിക്കുന്ന, ഭാരത്തോടിരിക്കുന്ന ചിലർ ഇന്ന് രാത്രിയിൽ ഒരാശ്വാസത്തിലേക്ക് വരട്ടെ. കർത്താവ് പ്രവർത്തിക്കും, സ്വർഗം ഇടപെടും, ആ കരം എന്നെ തൊടും, ഒരത്ഭുതം ചെയ്യും. വിശ്വസിച്ചാട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരത്താൽ ഹോറബ ശംദന റഗന പ്രൗഢമന ഞാൻ വിശ്വസിക്കുന്നു. ആരോടോ ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക, ദൈവവചനം ആരോടോ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഉള്ളു തുറന്ന് പറ, എന്നോടൊന്ന് സംസാരിക്കണമേ, അത് ഞാനാകട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് മറുപടിയായി സംസാരിക്കാം. പ്രിയമുള്ളവരെ, ലുധിയായുടെ ഉള്ള ബന്ധത്തിൽ ആരംഭിച്ച സഭയിലേക്ക് പോകുന്ന പോക്കിലുണ്ടായ ഈ പ്രതിസന്ധിയിൽ അന്ന് രാത്രിയിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിലും അവർ പാടി സ്തുതിച്ചപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. സ്വർഗം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി. ഇനി അടുത്ത് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണമേ. ഈ സമയം ആ ജയിലർ, ആ കാരാഗ്രഹത്തിന്റെ പ്രമാണി എന്ന് നമുക്ക് പറയാം, ജയിലർ എന്ന് പറയാം, അതിന്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ ജയിൽ DGP എന്നോ IG എന്നൊക്കെ പറയാം, ഉദ്യോഗസ്ഥന. ഇദ്ദേഹം സൂയിസൈഡ്, ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്ത് നിസ്സാരമായ ഒരു വിഷയം അവിടെ സംഭവിച്ചത്. ആ തടവ് പുള്ളികൾ ഭൂകമ്പം ഉണ്ടായി രക്ഷപ്പെട്ടു എന്നും പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷെ പുള്ളി ആത്മഹത്യ ചെയ്യാൻ പോവുക. എന്താ അതിന്റെ കാര്യം? അതിനൊരു കാരണമുണ്ട് പ്രിയമുള്ളവരെ. ആ കാലഘട്ടത്തിൽ ഈ ജയിലർമാരായി നിയമിക്കുന്നവരെ സാധാരണക്കാരെ നിയമിക്കത്തില്ല. ജയിലർമാരായി നിയമിക്കുന്നത് സമൂഹത്തിലെ ഉന്നതന്മാരെയാ. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല പാരമ്പര്യമുള്ള, നല്ല അറിവുള്ള, ദേശത്തെ പ്രമാണികളായ കുടുംബത്തിൽ നിന്ന് ഈ ജയിലേഴ്സിനെ നിയമിക്കൂ, ഈ ജയിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കത്തുള്ളൂ. കാരണം അകത്തടയ്ക്കപ്പെടുന്ന ക്രിമിനലിനെ സ്വാധീനിക്കാൻ കഴിയണം. ഒരു കുറ്റവാളി ജയിലിനകത്ത് വന്നാൽ അവരെ സ്വാധീനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ ജയിലർമാരാക്കൂ. കാരണം അകത്ത് വന്ന കുറ്റവാളി പിന്നെയും കുറ്റവാളിയായിട്ട് പുറത്തു പോകരുത്. അതായിരുന്നു അന്നത്തെ ഗവൺമെന്റ് താല്പര്യം. റോമൻ ഗവൺമെന്റ് ഉൾപ്പെടെ ഒരു താല്പര്യം അതാ. കാരണം ഇവൻ വ്യത്യാസം വരണം. ഇതുകൊണ്ട് ഇവരോട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ള ജയിലേഴ്സ് ഈ സെലക്ടഡ് പീപ്പിളാ, സമൂഹത്തിലെ ഉന്നതന്മാരാ. അപ്പോൾ ഈ മനുഷ്യൻ എന്തിനാ ആത്മഹത്യ ശ്രമിക്കുന്നത്? പിറ്റേ ദിവസം തന്റെ നേരെ പലരും വിരൽ ചൂണ്ടുവേടാ, നീ ഒരു ജയിലർ ആയിരുന്നിട്ട്, നീ ഒരു ജയിൽ ഉദ്യോഗസ്ഥനായിരുന്നിട്ട്, ഇത്രയും വലിയ അധികാരം നിനക്കുണ്ടായിട്ട് 2 ഉപദേശിമാരെ, സാധാരണക്കാരായ 2 പേരെ നിനക്ക് ജയിലിനുള്ളിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലല്ലോ, അവർ രക്ഷപ്പെട്ടല്ലോ. നിനക്കെന്തോ കഴിവുണ്ട്, നിനക്കെന്തോ മിടുക്കുണ്ട്, നിന്റെ അറിവെന്താ ഗുണം, നിനക്കെന്താ ഉള്ളത്, നീ ഒരു വട്ടപൂജ്യമല്ലേ? ഈ ശബ്ദം കാതിൽ മുഴങ്ങുന്നത് ഉൾക്കൊള്ളാൻ ഈ മനുഷ്യന് തയ്യാറല്ലായിരുന്നു. അതാതിന്റെ വിഷയം. തന്നെ ചോദ്യം ചെയ്യുന്ന, തന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, തന്നെ പരിഹസിക്കുന്ന ശബ്ദങ്ങൾ കാതിൽ മുഴങ്ങുന്നത്, തന്റെ നേരെ ചൂണ്ടുന്ന വിരലുകൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തന്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നു. അന്ന് രാത്രിയിൽ ആ മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം പിറ്റേ ദിവസം ആരെയും അഭിമുഖീകരിക്കുവാൻ അദ്ദേഹത്തിന് ത്രാണിയില്ലായിരുന്നു. നിസ്സാര വിഷയം. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതാ. അനേകർ ഇന്ന് ജീവിതം അടുത്തിരിക്കുക, ആത്മഹത്യ ചെയ്യുക.
നിസ്സാര വിഷയത്തിന്റെ പേരിൽ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ കൈവിടപ്പെട്ടു പോകുക. ജീവിതം അടുത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ നിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതുപോലെ പതറി നിൽക്കുന്ന ഒരു സമൂഹം. ലോകത്തിലെ ആത്മഹത്യ റേറ്റ് ഒക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ നിസ്സാര വിഷയത്തിന്റെ പേരിലും തന്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ പേരിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെയാണ് പൗലോസിൽ കൂടി പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു ഇടപെടിയിൽ ഇന്ന് രാത്രിയിൽ ആരോടോ ദൂതായി ദൈവാത്മാവ് സംസാരിക്കുക. വാളെടുത്ത് സ്വയം അവസാനിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവാത്മാവ് പൗലോസിൽ കൂടി പറഞ്ഞു, നീ നിനക്കൊരു ദോഷവും വരുത്തരുത്. ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നീ ഒരു ദോഷവും വരുത്തണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നീ വിചാരിക്കുന്നതിലപ്പുറം നിന്നെ മാനിപ്പാൻ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ കഴിയും. പ്രൈസ് ദി ലോർഡ്. രാത്രി വിശ്വസിക്കണം, ഒരു സാധാരണ കൂട്ടത്തോടല്ല ഞാൻ സംസാരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് സെലക്ട് ചെയ്തൊരു കൂട്ടത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു സാധാരണ കൂട്ടമല്ല. ദൈവസഭയ്ക്കകത്ത് വരാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് അത് നമ്മൾ ഭാഗ്യമായി കരുതാം. നമ്മളെക്കാൾ മിടുക്കന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്, ജ്ഞാനികളുണ്ട്, അറിവുള്ളവരുണ്ട്, മിടുക്കന്മാരുണ്ട്. പക്ഷേ അനേക മിടുക്കന്മാരെ അവൻ തള്ളി, ശ്രേഷ്ഠന്മാരെ അവൻ തള്ളി, ജ്ഞാനികളെ തള്ളി, സാധുക്കളായി നമ്മളെ അവൻ വിളിച്ചും പിടിച്ചും എടുത്ത് അവന്റെ ഭാഗത്ത് നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഇതൊരു സാധാരണ ജനമല്ല. അവൻ മുൻ നിർണയിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരണത്തിന് വേണ്ടി അവൻ ഒരുക്കുന്ന ഒരു സമൂഹമാ. ആ സമൂഹത്തിന്റെ പേരാ ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് ഒരു സാധാരണ കൂട്ടമല്ല. അവൻ ആഗ്രഹിച്ചവരെ വിളിച്ചവരെ നിത്യതയ്ക്കായി നീതീകരിച്ചു. അങ്ങനെ നമ്മളെ അവൻ ഒരുക്കിയെടുക്കുന്ന ഒരു സമൂഹമാ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥന കേവലം ഒരു സാധാരണ പ്രാർത്ഥനയല്ല. കർത്താവിന് ആരെയോ ഒന്നുകൂടി ഉറപ്പിക്കാനുണ്ട്, കർത്താവിന് ആരെയോ ബലപ്പെടുത്തുവാനുണ്ട്, കർത്താവിന് ആരെയോ ഒരുക്കിയെടുക്കുവാനുണ്ട്, കർത്താവിന് ആരെയോ ശക്തിപ്പെടുത്തുവാനുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ചിലരുടെ ഭവനങ്ങളിൽ അത് ആരംഭിക്കട്ടെ, വിശ്വസിക്കുന്ന ചില ശരീരങ്ങളിൽ അത് ആരംഭിക്കട്ടെ, നമ്മുടെ സഭയിൽ അത് ആരംഭിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം ഇപ്പോൾ തന്നെ മൺകൂടാരങ്ങളുടെ മേൽ ഒരു അഭിഷേകമായി മാറട്ടെ, ദൈവ കൃപയായി മാറട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. കർത്താവിന്റെ ശക്തി ചിലരെ സ്പർശിക്കുന്ന സമയമായി ഇപ്പോൾ തീരട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, അന്ന് രാത്രിയിൽ കാരാഗ്രഹ പ്രമാണിയെയും കുടുംബത്തെയും പൗലോസ് സ്നാനപ്പെടുത്തി. ഫിലിപ്പിയ സഭയ്ക്കൊരു കുതിപ്പായിരുന്നു. കാരണം ദേശത്തെ പ്രമുഖൻ ദൈവസഭയിലേക്ക് വന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, പ്രമുഖന്മാരെ സെലക്ട് ചെയ്യുന്ന ജോലിയത്. ഈ പ്രമുഖ കുടുംബം വ്യക്തി ഫിലിപ്പിയ സഭയിലേക്ക് വന്നപ്പോൾ ദേശം ഇളകി. ധാരാളം പേർ പിന്നെ സഭയിലേക്ക് വന്നു. നോക്കിക്കേ, ദൈവവിശ്വാസമുള്ള 10 പേരില്ലാതിരുന്ന സിറ്റിയിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നടന്നപ്പോൾ ദേശം ഇളകി. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാ. പ്രൈസ് ദി ലോർഡ്. അത് പരാജയപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതിന്റെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല, അന്ധകാര ശക്തി സഭയെ ജയിക്കത്തില്ല. കാരണം സഭ അന്ധകാര ശക്തിയുടെ മുകളിലാ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിന്റെ സേഫ് പൊസിഷൻ നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളാണ് എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിന്റെ സേഫ് സോൺ നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളാണെന്നുള്ളതാ. ക്രിസ്തുവിന്റെ ശരീരമാ ദൈവസഭ. ആ സഭയെ ചേർപ്പാനാ യേശു വേഗം വരുന്നത്. സഭ പരാജയപ്പെടാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ആ പട്ടണത്തിൽ അതിശക്തമായ ദൈവപ്രവൃത്തി ആരംഭിച്ചു. നൂറുകണക്കിന് ജനം ശ്വാസത്തിലേക്ക് ചുവടുവെച്ചു. എന്നാൽ പൗലോസിന് എതിർപ്പ് നേരിട്ടു. ആ സിറ്റിയിൽ എതിർപ്പ് നേരിട്ടു. കാരണം ചലനമുണ്ടാക്കി. എതിർപ്പ് നേരിട്ടപ്പോൾ മൂപ്പന്മാരെ സഭയുടെ ചുമതല ഏൽപ്പിച്ചു. എന്നിട്ട് പൗലോസ് സിറ്റി വിട്ടുപോയി, ഫിലിപ്പി വിട്ടുപോയി.
മൂപ്പന്മാരെ ഇപ്പം സഭ നയിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കണമേ. ഒരു ദിവസം ഫിലിപ്പ് സഭയിൽ ഒരു വാർത്തയെത്തി, സുവിശേഷ നിമിത്തം പൗലോസിനെ അറസ്റ്റ് ചെയ്തു. സുവിശേഷ നിമിത്തം അറസ്റ്റ് ചെയ്തു, ജയിലടച്ചിരിക്കുക. റോമില ജയിലടച്ചിരിക്കുക. സഭ ഉണർന്നു, പ്രാർത്ഥിച്ചു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പൗലോസിനെ ഏറ്റവും പ്രിയമുള്ള ഒരു വ്യക്തിയാ. സ്നാനപ്പെടുത്തിയ വ്യക്തി, വിശ്വാസത്തിൽ കൊണ്ടുവന്ന വ്യക്തി, അവരെ ഉറപ്പിച്ച വ്യക്തി. അതുകൊണ്ട് ഇവർ തീരുമാനിച്ചു, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടല്ലോ, പൗലോസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഇവര് പ്രാർത്ഥന ആരംഭിച്ചു. ചില ദിവസങ്ങൾ പ്രാർത്ഥന പോയി, മാസങ്ങൾ പോയി, മറുപടി ഒന്നുമില്ല. 6 മാസം കഴിഞ്ഞു, മറുപടിയില്ല. 1 വർഷം കഴിഞ്ഞു, മറുപടിയില്ല. 1.25 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, മറുപടിയില്ല. സഭ പ്രാർത്ഥിക്കുക. ആരെയും മോഷ്ടിച്ചിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, കവർച്ച നടത്തിയിട്ടില്ല. സുവിശേഷം പ്രസംഗിച്ചു. ഈ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ജയിലടച്ചിരിക്കുക. അപ്പം ഇവരുടെ വിചാരം എന്താ, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് വിടുവിക്കും. പക്ഷെ പ്രാർത്ഥന നീണ്ടുപോയതല്ലാതെ പൗലോസിനെ റിലീസ് ചെയ്തില്ല. അദ്ദേഹം ജയിലിൽ കിടക്കുക. 2 വർഷത്തോളമായി ഉപവാസവും പ്രാർത്ഥനയാ. അവസാനം എന്ത് ചെയ്യുന്നത് സംഭവിച്ചറിയോ ദൈവമക്കളെ? സഭ പ്രാർത്ഥനയിൽ മടുത്തു, ഉപവാസത്തിൽ മടുത്തു, ദൈവവിശ്വാസത്തിന് ക്ഷീണം സംഭവിച്ചു. കാരണം എന്താ? പ്രാർത്ഥിച്ചതിന് മറുപടിയില്ല. റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പൗലോസിനെ ഒന്ന് റിലീസ് ചെയ്യണം, അദ്ദേഹത്തെ ഫ്രീ ആക്കി കിട്ടണം. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന, മറുപടിയില്ല. ഇനി ഞാൻ എൻ്റെ ഭാഷയിൽ പറയാൻ പോയി, അതതിന്റെ കാതലായ വിഷയം. വീടുകളിൽ ചോദ്യങ്ങൾ ഉയർന്നു. അമ്മയോടൊക്കെ മക്കൾ ചോദിച്ചു, അമ്മേ, പ്രാർത്ഥന കേൾക്കാത്ത ദൈവമാണോ നമ്മുടെ ദൈവം? ഒരു വീട്ടിൽ ആഹാരം വിളമ്പിയപ്പോൾ ഭർത്താവിന് വിളമ്പി, ഭാര്യ കഴിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നീ എന്താ കഴിക്കാത്തത്? ഭാര്യ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഉപവാസത്തിലാ. എന്താ ഉപവാസ കാരണം? പൗലോസിനെ റിലീസ് ചെയ്യുന്നത് വരെ ഞങ്ങൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും. ആ ഭർത്താവ് ചോദിച്ച ചോദ്യം, പ്രാർത്ഥന വല്ലതും ദൈവം കേൾക്കുന്നുണ്ടോ? പൗലോസിനെ വിടുവിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? 1.5 വർഷം കഴിഞ്ഞ് 2 വർഷമാകിയ ഒറ്റ വിഷയം, മറുപടിയില്ല. ഈ വിഷയം ഒരു ചർച്ചാ വിഷയമായി സഭയിൽ. മൂപ്പന്മാരുടെ കാതിലെത്തി, പൗലോസിനെ വിടുവിക്കാത്ത ദൈവം നമ്മളെ വിടുവിക്കുമോ? പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പൗലോസിനെ ദൈവത്തിന് നിസ്സാരമായി വിടുവിക്കാം, പക്ഷെ 2 വർഷമായി. ഫിലിപ്പി സഭയുടെ തുടക്കം തന്നെ ഒറ്റ രാത്രി കൊണ്ടുള്ള വിടുതല. ഒറ്റ രാത്രി കൊണ്ട് അവർ റിലീസായി. അതായി സഭയുടെ തുടക്കം. അതേ ദൈവദാസൻ മറ്റൊരു സ്ഥലത്ത് 2 വർഷമായിട്ട് ജയിലിൽ കിടക്കുക. ഒരറിവുമില്ല, പുറത്തു വരുന്നില്ല. സഭയിൽ വിശ്വാസത്തിന് ഇടിവ് സംഭവിച്ചു. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കുറഞ്ഞു, ഉപവസിക്കുന്നവരുടെ ഉപവാസത്തിന്റെ താല്പര്യം കുറഞ്ഞു, ആരാധനയ്ക്ക് വരാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തോട് നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈ ചിന്ത ശക്തമായി. മൂപ്പന്മാർ ഉണർന്നു പ്രവർത്തിച്ചു. മൂപ്പന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഒരു മൂപ്പനുണ്ട്, എപ്പഫ്രാദിത്തോസ്. റോമിലേക്ക് അവർ പറഞ്ഞു വിട്ടു. ആള് ജീവനോടുണ്ടോന്ന് അറിയും, മരിച്ചുപോയെങ്കിൽ വീണ്ടും നമുക്ക് നിത്യതയിൽ കാണാം എന്നങ്ങ് പറഞ്ഞ് ജനത്തെ മടക്കിക്കൊണ്ടുവരാം. അദ്ദേഹം പോയി എന്ന് പറയാം. ഇത് പോയോ ഇല്ലയോ, ഉണ്ടോ എന്നൊന്നും അറിവില്ല. ഈ എപ്പഫ്രാദിത്തോസിനെ റോമിലേക്ക് വിട്ട് ആളുണ്ടോ എന്നറിയാൻ. ദൈവമക്കൾ ശ്രദ്ധിക്കണേ, റോമിൽ എപ്പഫ്രാദിത്തോസ് ചെന്ന് ജയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടി, ആള് മരിച്ചിട്ടില്ല, ആള് ജീവനോടെ ഉണ്ട്. കാണാൻ ആവശ്യപ്പെട്ടു. എക്സ്ട്രാ ബിബ്ലിക്കൽ കമന്ററികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? പഴന്തുണിക്കെട്ട് ചുമന്നുകൊണ്ട് വരുന്നത് പോലെ നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, ബലഹീനനായി. ഈ യൂറോപ്പിന്റെ അന്നത്തെ ടെമ്പറേച്ചർ -4 ഡിഗ്രിയാ ടെമ്പറേച്ചർ. യൂറോപ്പിന്റെ അന്നത്തെ ടെമ്പറേച്ചർ -4. ദൈവങ്ങൾക്ക് തണുപ്പിന്റെ കാഠിന്യം അറിയാം. 0 ആകുമ്പോൾ വെള്ളം ഐസാകും. -1, -2, -3, -4. -4 ഡിഗ്രി ടെമ്പറേച്ചറിൽ യൂറോപ്പിലെ സെല്ലിൽ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും കൊടുക്കാതെ നീണ്ട 2 വർഷത്തോളമായി മനുഷ്യൻ കിടക്കുക. എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ കൈകാലുകൾ വരണ്ടുപോയി. തണുപ്പാ മനുഷ്യന് ഡേഞ്ചർ, ചൂടല്ല. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിന് നല്ലത് ചൂടാണ്, തണുപ്പല്ല. പക്ഷെ നമുക്കെല്ലാവർക്കും തണുപ്പ് ഇഷ്ടമാ, പക്ഷെ വേണ്ടത് ചൂടാ. തണുപ്പ് നമ്മുടെ ശരീരത്തെ ബലഹീനമാക്കും, ഉറങ്ങിക്കിടക്കുന്ന രോഗങ്ങളെ തട്ടിക്കൊണ്ടുവരും, മയങ്ങിക്കിടക്കുന്ന രോഗങ്ങളെ ഉണർത്തും. പക്ഷെ ചൂട് അങ്ങനെ ചെയ്യത്തില്ല. ചൂടാണ് ശരി. പക്ഷെ -4 ഡിഗ്രി ടെമ്പറേച്ചറിൽ 2 വർഷം പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും കൊടുക്കാതെ റോമിലെ കാരാഗൃഹത്തിന്റെ ഉള്ളിൽ ഈ മനുഷ്യനെ കൊല്ലാക്കൊല്ല ചെയ്തത് കൊണ്ട് ശരീരം ബലഹീനമായി,
അസ്ഥികൾ വരണ്ടുപോയി, മസിലുകൾ ശോഷിച്ചു പോയി, ക്ഷീണിച്ചു പോയി. നടക്കാൻ കഴിയാത്തത് കൊണ്ട്, വിസിറ്റർ വന്നതുകൊണ്ട് കാണാൻ വാരിക്കൊണ്ടുവരികയാ. എക്സ്ട്രാ ബിബ്ലിക്കൽ കമന്ററികൾ പറയുന്നത്, അവിടെ ഫിലിപ്പിയിൽ ഉണ്ടായിരുന്ന പൗലോസും ഇപ്പോഴത്തെ പൗലോസിന്റെ അവസ്ഥയും കൂടി കണ്ടിട്ട് ആ ജയിൽ മുറിയിൽ നിന്ന് എപ്പഫ്രാഡിറ്റോസ് വാവിട്ട് കരഞ്ഞു, പൗലോസിന്റെ ശാരീരിക ബലഹീനത കണ്ടിട്ട്. ഇവർ തമ്മിൽ സംസാരം ആരംഭിച്ചു. എന്തിനു വന്നു എന്നുള്ള ചോദ്യം. പൗലോസ്, അങ്ങേ കാണാൻ വന്നു. എന്നെ കാണാൻ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി വന്നത്? അങ്ങയെക്കുറിച്ച് വിവരമില്ല. അവിടെ ജനം പ്രാർത്ഥിക്കുന്നു, ജനം ഉപവസിക്കുന്നു അങ്ങയുടെ വിടുതലിന് വേണ്ടി. പക്ഷെ മറുപടിയില്ല. വന്ന് ജനത്തിന് ആത്മീക താല്പര്യം നഷ്ടപ്പെട്ടു. കാരണം അങ്ങാണ്. അങ്ങയെക്കുറിച്ചുള്ള വിവരമില്ല, അങ്ങയെക്കുറിച്ച് അറിവില്ല. ജനം ചോദിക്കുന്നു, അങ്ങയെ വിടുവിക്കാത്ത ദൈവം നമ്മളെ വിടുവിക്കുമോ? പൗലോസിന് വേണ്ടി അത്ഭുതം ചെയ്യാത്ത കർത്താവ് സാധാരണക്കാരായ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമോ? ഈ ചോദ്യങ്ങൾ നിമിത്തം വിശ്വാസികൾ മാനസികമായും ആത്മീകമായും ക്ഷീണിച്ചിരിക്കുക. അതാണ് ഫിലിപ്പി സഭയുടെ അവസ്ഥ. പൗലോസ് ശ്ലീഹ മനസ്സിലാക്കി. എപ്പഫ്രാഡിറ്റോസ് മടങ്ങിച്ചെന്ന ഒരു സാക്ഷ്യം പറയും ആ ഞായറാഴ്ച. ദൈവമക്കളെ, പോകണ്ടായിരുന്നു, പോകാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് താങ്ങുന്നില്ല ആ ശരീരത്തിന്റെ അവസ്ഥ. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ആരോഗ്യം നഷ്ടപ്പെട്ടു. എങ്കിലും പൗലോസിന് ഇത്രയും വലിയ ശോധന നേരിട്ടല്ലോ എന്ന് പിറ്റേ ആഴ്ചയിലുള്ള എപ്പഫ്രാഡിറ്റോസിന്റെ സാക്ഷ്യം പൗലോസ് മനസ്സിൽ കണ്ടിട്ട് എപ്പഫ്രാഡിറ്റോസ് തിരിച്ചു ചെന്ന് തന്റെ അവസ്ഥ അവിടെ പറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഫിലിപ്പി സഭയുടെ മടങ്ങിവരവിനായി അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി, ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി റോമിലെ കാരാഗ്രഹത്തിൽ നിന്ന് ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ പേരാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ആ ലേഖനത്തിലെ പൗലോസിന്റെ പ്രസിദ്ധമായ ചില വാചകങ്ങൾ ഇന്ന് രാത്രിയിൽ ചിലരോടുള്ള ദൂതായി പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. എന്താ പൗലോസിന്റെ ഫിലിപ്പ് ലേഖനത്തിലെ ശക്തിയുള്ള വാചകം? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ശരീരം ബലഹീനമായിരിക്കുമ്പോഴും, ആ വെല്ലുവിളികൾ നേരിടുമ്പോഴും, അസ്ഥികൾക്ക് ബലഹീനത നേരിടുമ്പോഴും, ശരീരത്തിന്റെ ആരോഗ്യം കുറഞ്ഞുപോയി എന്ന് തോന്നിയാലും ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്താൽ ഒരു ദൈവ പൈതലിന് ഉറപ്പുണ്ട്, അവൻ ഇടപെട്ടാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇടപെട്ടാൽ ഇന്നും ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ചലിക്കാത്ത ശരീരങ്ങൾ ചലിക്കും, ബലഹീനമായവ എഴുന്നേൽക്കും, ക്ഷീണിച്ചവയ്ക്കൊരു മടങ്ങി വരവുണ്ട്. ഇന്ന് രാത്രി ഒന്ന് കടന്ന് വിശ്വസിച്ചാട്ടെ. ചില ദൈവ പ്രവൃത്തി ചില വ്യക്തികളിൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്ന സമയമാക്കി കർത്താവ് തീർക്കട്ടെ. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു, എന്റെ ശരീരത്തിൽ ഞാനത് അനുഭവിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു ദൈവ പ്രവൃത്തിയുടെ അത്യന്ത വ്യാപാരം ചില മൺകൂടാരങ്ങളുടെ മേൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭവനങ്ങളിൽ സ്തുതി ഉയരട്ടെ, മുറികളിൽ ദൈവശബ്ദം ഉയരട്ടെ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം ആ സ്തുതിയാലൊന്ന് നിറയട്ടെ. റിഖമന ശബ്ദന അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിച്ചാട്ടെ. ദൈവശക്തി ഇപ്പോൾ തന്നെ ശരീരങ്ങളുടെ മേൽ. റിഖമന ഹസ്കന ദര പ്രൗഢമന റിഖമന ബബർഷി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതി. ഞാൻ എല്ലാ ഭാഗങ്ങളും വായിക്കുവാൻ എനിക്ക് സമയമില്ലെങ്കിലും ഫിലിപ്പ് ലേഖനത്തിലെ പൗലോസിന്റെ 1-2 ഭാഗങ്ങൾ ഞാനൊന്ന് ഓടിച്ചു വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ നല്ലൊരു വാക്യമാ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. നോക്കുക, എന്റെ ശരീരം ബലഹീനമായാലും, ഞാൻ അസ്വസ്ഥതയോടെ ഇരിക്കേണ്ടി വന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. യേശു ക്രിസ്തുവിന്റെ നാളിൽ അത് പറഞ്ഞ് സ്വർഗം എന്നെ പ്രശംസിക്കും. ഫിലിപ്പിയർ 3:14 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഫിലിപ്പിയൻസ് 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നോക്കുക, നടക്കാൻ വയ്യെങ്കിലും, ക്ഷീണിതനാണെങ്കിലും, ബലഹീനനാണെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പാ, എന്റെ ലക്ഷ്യം തെറ്റിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ഒരു ചലഞ്ച് ആയിരിക്കണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഒന്നിന്റെ പേരിലും ലക്ഷ്യം തെറ്റിപ്പോകുവാൻ നമുക്ക് കഴിയത്തില്ല. ഒന്നിന്റെ പേരിലും ആത്മീകതയിൽ നമുക്ക് പിന്മാറ്റത്തിലേക്ക് കാലുവെക്കുവാൻ അവകാശമില്ല. ഒന്നിന്റെ പേരിലും പ്രാപിച്ച വിശ്വാസത്തെ തള്ളിക്കളയാൻ
നമുക്ക് അവകാശമില്ല. പൗലോസ് നോക്കിയേ, അത്രയും ബലഹീനമായിരിക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിനായി ഞാൻ ഓടുന്നു. ഇനി ഫിലിപ്പിയർ 4:19 ശ്രദ്ധിച്ചേ. 4:19, എന്റെ ദൈവമോ, ഇന്ന് രാത്രി ആരോടോ ശക്തമായ ദൈവാത്മാവ് സംസാരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് രാത്രി ആ വാക്യം ഒന്ന് കടന്ന് വിശ്വസിക്കും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. ഇന്ന് രാത്രി ബലഹീനമായ നമ്മുടെ അവസ്ഥയല്ല, ഇടപെടുന്നത് സ്വർഗമാ. അവന്റെ ശക്തിയെ അളക്കുവാൻ ആർക്കും കഴിയത്തില്ല, അവന്റെ ധനത്തെ അളക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും വേണ്ടി ആ സ്വർഗീയ ഭണ്ഡാരം ഒന്ന് തുറന്നാൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ ചില ഭവനങ്ങളിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അയക്കുന്ന ദിവസങ്ങളാ. എല്ലാവരും ചേർന്ന് അല്പസമയം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആദരങ്ങൾ തുറന്ന് പ്രൈസ്തലോ. തന്റെ ധനത്തിന്റെ വ്യാപാരം, തന്റെ ധനത്തിനൊത്തവണ്ണം, തന്റെ ശക്തിക്കൊത്തവണ്ണം, തന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ചില അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിന് വേണ്ടി ഈ ദിവസങ്ങളിൽ അങ്ങ് അയക്കുന്ന ദിവസങ്ങളാക്കി കർത്താവേ അങ്ങ് തീർക്കുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ആശയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഫിലിപ്പിയിലുള്ള ദൈവമക്കളെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് പൗലോസ് നമ്മൾ വായിച്ച കുറിവാക്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരിച്ചു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അടുത്ത വാക്യം എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും. ദൈവാത്മാവിന് രാത്രി ദൂത് പറയുക, എൻ്റെ നിങ്ങളുടെയും ഹൃദയത്തിന്റെ ആഗ്രഹം, നമ്മുടെ അവസ്ഥ, നമ്മുടെ ചിന്ത, നമ്മുടെ ഭാരം സ്വർഗം തിരിച്ചറിയുന്നത് പോലെ ആരും തിരിച്ചറിയത്തില്ല. കിടക്കയിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ ഒരു ഞരക്കമാ ഉണ്ടാകുന്നതെങ്കിൽ പോലും ആ ഞരക്കം ട്രാൻസ്ലേറ്റ് ചെയ്ത് അറിയുന്ന ഒരുവനാ നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്തിന് ഞരങ്ങിയെന്ന് അറിയുന്നവനാ. ആരും അറിയാതെ തുടച്ചു മാറ്റിയ ചില കണ്ണുനീർ തുള്ളികൾ ആരും അറിഞ്ഞില്ല തുടച്ചു മാറ്റിയത്. എന്നാൽ ആ തുള്ളിയുടെ ഉത്ഭവം മുതൽ അതെന്തിനെന്നറിഞ്ഞ് തിരിച്ചറിഞ്ഞ ഒരുവൻ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവന്റെ സാന്നിധ്യം ചില ഭവനങ്ങളിൽ ഇന്ന് രാത്രിയിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ചിലരെ അവൻ തലോടുന്ന സമയമാ, ചിലരെ ആ മുറിവേറ്റ കരം ഒന്ന് തൊടുന്ന സമയമായി തീരട്ടെ. പൗലോസ് പറയുന്നു, നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്ക്. അതാ ഫിലിപ്പിനോടുള്ള ദൂത്. നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. അതാ, നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്ക്. അപ്പം എന്താ എപ്പഫ്രാഡിത്തോസ് പറഞ്ഞത്? കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു, കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ചിന്ത. എന്താ നിങ്ങൾ വീണ്ടും എല്ലാറ്റിനും പ്രാർത്ഥനയാലും. അതേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഏറ്റവും ഈസി ആയിട്ട് എളുപ്പം നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? തേടിപ്പോകണ്ട, നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് അവൻ വരുന്ന ദൈവമാണ്. ഇവിടെയുള്ള സകല ദൈവങ്ങളെയും തേടി മനുഷ്യൻ അലയുമ്പോൾ, നാട്ടിലൊന്ന് ഓർത്തേ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ പോവുകയല്ലേ ദൈവത്തെ തേടി, ദൈവത്തെ അന്വേഷിച്ച്. എവിടെയുണ്ട്? ദൈവം ഇരിക്കുന്നിടത്തോട്ട് പോവുകയല്ലേ. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താ? തേടിപ്പോകണ്ട, നമ്മൾ ഇരിക്കുന്ന വീടിന്റെ മുറിയിൽ, നമ്മൾ ഇരിക്കുന്ന ഓഫീസ് മുറിയിൽ, നമ്മൾ സഞ്ചരിക്കുന്ന കാറിനകത്ത് ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാവിലെയും ഇന്നും ഇന്നലെയും അല്ല, നമ്മുടെ ആയുസിന്റെ ഇന്ന് വരെ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ചലിച്ച ആ ദൈവ സാന്നിധ്യം എത്ര ശ്രേഷ്ഠമാ. ഇന്ന് പകലും ഇന്ന് ഈ സമയവും പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവാത്മാവ് വീണ്ടും ബുദ്ധി ഉപദേശിക്കുന്നു, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ മതി. മറുപടി താമസിച്ചെന്ന് വിചാരിച്ച് സ്വർഗം കേൾക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. ചോദിച്ച സമയത്ത് കിട്ടിയില്ലെന്ന് വിചാരിച്ച് അവൻ കേൾക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. ആഗ്രഹിച്ച സമയത്ത് നടന്നില്ലെന്ന് വിചാരിച്ച് എന്റെ ദൈവം എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലെന്ന് വിചാരിക്കരുതേ. ചോദിക്കുന്ന സമയം നമ്മുടെ സമയം, എന്നാൽ യോഗ്യമായ സമയം
ദൈവത്തിന്റെ സമയം. പ്രൈസ് ദി ലോർഡ്. ആവശ്യപ്പെടുന്ന സമയം നമ്മുടെ സമയം, പക്ഷെ മറുപടിക്ക് യോഗ്യമായ സമയം കർത്താവിന്റെ സമയം. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ബുദ്ധി, എന്നാൽ പ്രവർത്തിക്കുന്നത് സ്വർഗീയ ബുദ്ധി. അതാ നമ്മൾ വായിച്ചത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. എന്താ അത്? അതാ ഇന്ന് രാത്രിയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവമക്കളോടൊന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ ബ്രെയിൻ ഫെയിലിയറാ. അവർ ബ്രെയിൻ ഈസ് ഈക്വൽ ടു ഫെയിലിയർ. അതാ അതിന്റെ കറക്റ്റ്. എന്നാൽ നമ്മുടെ ബുദ്ധി, എല്ലാവരുടെയും ബുദ്ധിയെ നിർമ്മിച്ച ഒരു ബുദ്ധി സ്വർഗത്തിലുണ്ട്. ആ ബുദ്ധി ഒരു ഇടപെടിയിൽ നടത്തിയാലോ, അവിടെ സമയം തെറ്റത്തില്ല, അവിടെ മറുപടി തെറ്റത്തില്ല, അവിടെ പരാജയത്തിലേക്ക് പോകത്തില്ല. അത് അസമയമല്ല. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാചകം ഞാൻ പറയാൻ പോവുക. ഒരു ദൂതായിട്ട് ചിലത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിപ്പീൻ. എന്തായി തക്ക സമയം? ഗോഡ്സ് ടൈം, പ്രോപ്പർ ടൈം, ഗോഡ്സ് ടൈമാ, നമ്മുടെ സമയമല്ല. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കാര്യം എന്താ? അതായി പ്രാർത്ഥന, അതായി പ്രാർത്ഥന. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരാഴ്ചയിൽ നടക്കുന്ന ഈ പ്രാർത്ഥന ആ കരത്തിന്റെ കീഴിൽ നമ്മളൊന്ന് സമർപ്പിക്കുക, അവന്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥന ആശീർവാദം ഈ ആഴ്ചയുടെ അവസാനം പറയുമ്പോഴത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നു ചില ബുദ്ധികളുടെ മുകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുക, ദൈവിക ബുദ്ധി വെളിപ്പെടാൻ പോകുക, ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെടാൻ പോകുക, ചിലരെ പരാജയത്തിൽ നിന്ന് കരം പിടിച്ച് കയറ്റാൻ പോകുക. മടുത്തിന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ ജീവിതം മടുത്ത് സംബന്ധിക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്വർഗം ഒന്ന് ഇടപെടുന്ന ദിവസങ്ങളായി തീരാൻ പോകുക. ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പറ, അടിയനിതാ ആ കരുത്തിന് മുന്നിൽ അടിയനെ സമർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇപ്പോൾ തന്നെ ഞാനൊരു പ്രത്യേക നിയോഗത്തോടെ ഇന്ന് രാത്രിയിൽ പറയുക. പരിശുദ്ധാത്മ ശക്തിയുടെ ഒരു അത്യന്ത വ്യാപാരം. ശമന റികമന എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചില ഭവനങ്ങളിൽ മനസ്സ് മടുത്തിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇടപെടുക. ഹല്ലേലൂയ. ആ എളിയ ബുദ്ധിയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോകുക. നീ പരാജയപ്പെട്ട ചില മണ്ഡലങ്ങളിൽ, നീ ക്ഷീണിച്ച ചില മണ്ഡലങ്ങളിൽ, നീ സ്വപ്ന കൂടാരം കെട്ടിയുണ്ടാക്കി എന്നാൽ അത് പൊലിഞ്ഞുപോയി എന്ന് നനച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ, നാളുകളായി പ്ലാൻ ചെയ്തിട്ടും പരാജയത്തിൽ തള്ളപ്പെട്ട ചില മണ്ഡലങ്ങളിൽ, എങ്ങനെയെന്ന് ചിന്തിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ആ ബലമുള്ള കരുത്തിന്റെ കീഴിൽ ഒന്ന് താണിരുന്നാൽ സ്വർഗം ഒരു ഇടപെടിയിൽ നടത്തും. വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ശമന റികന പ്രൗഢന റിഖമന അതൊരു സൗഖ്യമായി തീരട്ടെ, അതൊരു അത്ഭുതമായി തീരട്ടെ, അതൊരു ദൈവപ്രവൃത്തിയായി തീരട്ടെ, ഇപ്പോൾ തന്നെ ഒരു ദൈവശക്തിയായി തീരട്ടെ. ചേർന്ന് സ്തോത്രം ചെയ്യാം, ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹുഡല റിഗല. തലമുറകളെ ഭാവി ഓർത്ത് ആകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നാളെ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അന്യരാജ്യത്ത് എന്താകും എന്റെ ഭാവി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ ഒന്ന് ഏൽപ്പിക്ക്. ഈ ദിവസത്തെ ഒരാഴ്ചത്തെ പ്രാർത്ഥനയിൽ ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ ഒന്ന് സമർപ്പിക്ക്. ഞാൻ ഉറപ്പ് തരാം, ദൈവവചനം നിങ്ങളോട് ഇടപെടും, ദൈവവചനം നിങ്ങളെ ശക്തീകരിക്കും, ദൈവവചനം ചിലരെ ബലപ്പെടുത്തും, ദൈവവചനം ചിലരെ മടക്കിക്കൊണ്ടുവരും. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ചില വീടുകളിൽ ചലിക്കും, ഭാരത്തോടിരിക്കുന്ന മണ്ഡലങ്ങളിൽ വെളിപ്പെടും. ചേർന്ന് സ്തോത്രം ചെയ്യാം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെ. ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു വർഷിപ്പ് സിസ്റ്റം ഉണ്ട്, പുതിയ നിയമത്തിന്റെ ഒരു ആരാധന രീതിയുണ്ട്. പുതിയ നിയമത്തിന്റെ ആരാധന രീതി എല്ലാം ബാലൻസ് ചെയ്തുള്ള ആരാധന രീതിയാണ്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? 2-3 സഹോദരിമാർ മാറി മാറി വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന, അപേക്ഷ, ആരാധന, സ്തോത്രം, ആരാധന. നോക്കണേ, ഇന്ന് രാത്രി നമ്മൾ ആരാധിച്ചില്ലേ? ആരാധിച്ചു. പ്രാർത്ഥനയിൽ കൂടി ആരാധിച്ച ദൈവത്തെ പ്രസാദപ്പെടുത്തി. പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളും നൊമ്പരങ്ങളും ആവശ്യങ്ങളും നമ്മൾ വെളിപ്പെടുത്തി. അവസാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം.
ദൈവത്തിന്റെ വചനം. പ്രൈസലോ, ദൈവത്തിന്റെ വചനം. ഇതാ നമ്മുടെ ആരാധന രീതി. ഇന്ന് രാത്രിയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ജനത്തോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് ചെയ്യണം? ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. എന്നാൽ തന്റെ വചനത്തിന്റെ ശക്തിയാൽ എന്റെ സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. പ്രൈസലോ, അവസ്ഥ അറിഞ്ഞ് സ്വർഗം ഇടപെടും. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിയമമെതിരെങ്കിലും, ലോകമെതിരെങ്കിലും, സാഹചര്യമെതിരെങ്കിലും സ്വർഗം ഇടപെട്ടാൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്ന ശബ്ദമാ അത്ഭുതം വെളിപ്പെടും. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കർത്താവിനെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഇപ്പോൾ തന്നെ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ശരീരങ്ങളുടെ മേൽ. ഞാനൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ രാത്രിയിൽ അടിയൻ അങ്ങയുടെ ദാസന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇപ്പോൾ തന്നെ സഭയിൽ, ജനത്തിന്റെ മേൽ, അങ്ങയുടെ ദാസന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആരെയോ അങ്ങ് ലക്ഷ്യം വെച്ചു എന്ന് അടിയൻ അറിയുന്നു. ആരോടോ അങ്ങ് ശക്തമായി ഇടപെട്ടുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ജനത്തോട് അങ്ങ് ഇടപെട്ട വിധങ്ങൾക്കായി സ്തോത്രം. പിടിച്ചു നിൽക്കുവാൻ മനുഷ്യൻ ഭാരപ്പെടുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ അങ്ങിൽ ആശ്രയിച്ചാൽ ഞങ്ങൾക്കൊരു മറുപടി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതാ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. ഞങ്ങളിത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുവാൻ വേണ്ടി വിളിച്ച ഞങ്ങൾ ആങ്സൈറ്റിക്ക് അടിമകളായാൽ, ആകുലതയ്ക്ക് അടിമകളായാൽ വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കും എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി അങ്ങയോട് അടുക്കുവാൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന മുഖാന്തരം കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ദൈവ പ്രവൃത്തി ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ചില മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വിടുതലില്ലെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ അത്ഭുതത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില മേഖലകളിൽ, ഞങ്ങൾക്ക് അസാധ്യമായ ചില മേഖലകളിൽ, ഞങ്ങൾക്ക് സാധിക്കാത്ത ചില മേഖലകളിൽ ഒരു ദൈവ പ്രവൃത്തി അങ്ങ് അയച്ച് ഈ നിന്റെ ജനത്തെ അങ്ങ് ശക്തീകരിക്കണം. ഈ ദിവസങ്ങളിൽ വലിയ ദൈവ പ്രവൃത്തി ഭവനങ്ങളിൽ, ജീവിതങ്ങളിൽ, സഭയിൽ കർത്താവ് അയച്ച് ഈ പ്രാർത്ഥനയിൽ കൂടി അങ്ങ് ആഗ്രഹിക്കുന്നത് ആ ദേശത്ത് കർത്താവ് നിവർത്തിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് യാചിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളം